നമുക്കെല്ലാവർക്കും ചേർന്ന് 27-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ. 27-ാം സങ്കീർത്തനം, സാംസ് 27. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. യഹോവയെ ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളണമേ. നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. യഹോവയെ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. അടുത്തുള്ള വാക്യം ചേർത്ത് വായിക്കാൻ. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. പ്രൈസ് ഗോഡ്. ഈ നല്ല സങ്കീർത്തന ഭാഗത്തിന് ദൈവത്തിന് മഹത്വം കരയറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. എല്ലാവർക്കും തസ്ഥാനത്തിരിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വിശുദ്ധ പകൽക്കാലം നമുക്ക് ഏവർക്കും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒക്കെ അതിനായി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്തു. ദൈവത്തിൻ്റെ മഹാദയയാൽ, ദൈവത്തിൻ്റെ വിശ്വസ്തത നമുക്ക് പരിചയം പലകയുമായിരുന്നു എന്ന് പറയത്തക്ക രീതിയിൽ, നമുക്ക് സാക്ഷ്യം പറയത്തക്ക രീതിയിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച വൻകൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന ഈ പകൽക്കാലവും സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകിയല്ലോ. അനേകരും ആരാധിക്കുന്നുണ്ട് എങ്കിലും അജ്ഞതയിൽ ദൈവത്തെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വെച്ച് ദൈവത്തെ അതിൻ്റെതായ നിലയിൽ, അതിൻ്റെതായ ശ്രേഷ്ഠതയിൽ, അതിൻ്റെ മഹത്വത്തിൽ അറിഞ്ഞുകൊണ്ട് ആരാധിക്കുവാൻ കഴിയാതിരിക്കുന്നതായ ഒരു ജനസമൂഹത്തിനിടയ്ക്ക്, അല്ലെങ്കിൽ ദൈവത്തിന് ഒരു രീതിയിലും പ്രാധാന്യം കൊടുക്കാത്ത രീതിയിൽ, ദൈവവിശ്വാസത്തിന് പോലും പ്രാധാന്യം കൊടുക്കാത്ത രീതിയിൽ നിൽക്കുന്നതായ മണ്ഡലങ്ങളിൽ ദൈവത്തിനു വേണ്ടി നിലകൊള്ളുവാൻ, ദൈവത്തെ അനുഭവിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ വഴികളിൽ നടപ്പാനൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ വിലയേറിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ വായിച്ച സങ്കീർത്തന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ 27-ാം സങ്കീർത്തനം ദാവീദിനാൽ രചിക്കപ്പെട്ട ഒരു അനുഗ്രഹീത സങ്കീർത്തനമായിട്ടാണ് നമ്മുടെ കാണുന്നത്. ദാവീദിനാൽ രചിക്കപ്പെട്ട ഈ വളരെ അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണ് ഈ 27-ാം സങ്കീർത്തനം. ഞാനിപ്പോൾ ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോഴും നമ്മൾ ഇവിടെ വായിച്ച് കേൾക്കപ്പെട്ടതായ, ഞാൻ എക്സ്പ്ലനേഷൻ തരുന്നതിലുപരിയായിട്ട് ഒരു വായിച്ച് കേൾക്കുമ്പോൾ ഒരു നിറവ്, ഒരു തികവ്, നമ്മുടെ വായിക്കുമ്പോൾ തന്നെ ഒരു അനുഗ്രഹം വെളിപ്പെടുന്നതായ ഒരു സങ്കീർത്തനമാണ് 27-ാം സങ്കീർത്തനം. അതിൻ്റെതായ എല്ലാ വാക്യ ശകലങ്ങളിൽ നിന്നും എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ തന്നെയും വിവിധമായ സങ്കീർത്തനത്തിൻ്റെതായ വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം തരുന്നതാണല്ലോ. നമ്മൾ അതിൻ്റെ 6-ാം വാക്യത്തിലൊക്കെ കാണുന്നു, ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും, ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ദൈവത്തിന് പാടി മഹത്വം കരയേറ്റുമ്പോഴൊക്കെയും നാം ദൈവസന്നിധിയിൽ കരയേറ്റുന്നത് ജയഘോഷയാഗങ്ങളാണ്. ദൈവസന്നിധിയിൽ ജയഘോഷയാഗങ്ങൾ അർപ്പിക്കുവാൻ വേണ്ടിയാണ് നാം കടന്നു വന്നിരിക്കുന്നത്. നാം ഒരു ശ്മശാനത്തിൻ്റെതായ ആ രീതിയിലുള്ള ലോൺലിനെസ്സിലേക്കല്ല, ദൈവത്തിന് ജയഘോഷയാഗങ്ങൾ അർപ്പിക്കത്തക്ക രീതിയിൽ ദൈവം നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ദാവീദിനാൽ സങ്കീർത്തനങ്ങൾ നമ്മളുടനീളം നോക്കുമ്പോൾ ദാവീദിനാൽ രചിക്കപ്പെട്ട സങ്കീർത്തനങ്ങളാണ് കൂടുതലും, വേണമെങ്കിൽ ഭൂരിഭാഗവും എന്ന് പറയാൻ സാധിക്കും. ദൈവം ദാവീദിനെ
ദൈവം കരങ്ങളിലെടുത്തു. പല സങ്കീർത്തനങ്ങൾ പാടുവാൻ വേണ്ടി ഒക്കെ ദൈവം ദാവീദിനെ ഉപയോഗിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നു. അത് തൻ്റെതായ ഒരു സീനിയോറിറ്റിയോ ഒരു സാഹചര്യത്തിലോ ഒന്നുമല്ല. താൻ രാജാവായിരുന്നുകൊണ്ട് തൻ്റെതായ സങ്കീർത്തനം ബൈബിളിൽ എഴുതാൻ വേണ്ടി തിരഞ്ഞെടുത്തു എന്നൊന്നും ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. എന്നാൽ ദൈവം തൻ്റെ വചനം കോയിൻ ചെയ്തപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ദാവീദിനാൽ പാടപ്പെട്ട സങ്കീർത്തനമാണ് നമ്മളവിടെ സങ്കീർത്തനങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ ദൈവവചനത്തെക്കുറിച്ച് നമ്മൾ ആഴമായി ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നമ്മളവിടെ കാണുന്നു. ദൈവത്തിൻ്റെ വചനം 2 തിമോത്തിയോസിലൊക്കെ പറയുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും തികഞ്ഞവനാകേണ്ടതിന് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് നമ്മളിവിടെ കാണുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസീയമാകുന്നു, അതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. ദൈവത്തിൻ്റെ വചനം ഓരോന്നും നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ വചനം ഓരോന്നും ദൈവശ്വാസീയമാകുന്നു. ഗോഡ് ബ്രെത്ത്ഡ് എന്നാണ് പറയുന്നത്. അത് എപ്പോഴും നമ്മുടേതായ ജീവിതത്തിൽ നമ്മുടെ ഉപദേശത്തിന് അതിന് പ്രയോജനപ്പെടും, ശാസനത്തിന് കാരണമായി തീരും, ഗുണീകരണത്തിന് കാരണമായി തീരും, അല്ലെങ്കിൽ അത് നീതിയിലെ അഭ്യസനത്തിന്. പലപ്പോഴും എല്ലാ സങ്കീർത്തനങ്ങളും ചിലപ്പോൾ ഗുണീകരണത്തിന് തക്കതായ സങ്കീർത്തനങ്ങളായിരിക്കുകയില്ല. എന്നാൽ അതിൽ ചിലപ്പോൾ നീതിയുടെ അഭ്യസനത്തിന് ഉതകുന്നതായ വാക്യങ്ങൾ നിറഞ്ഞതായ സങ്കീർത്തനം. നീതിയിലെ അഭ്യസനമെന്ന് പറയുമ്പോൾ നമ്മൾ ദൈവികമായ നിലയിൽ നമ്മളെ വഴി നടത്തുവാൻ വേണ്ടി നമുക്ക് പകർന്നു തരുന്നതായ ദൈവികമായ വാക്കുകളാണ്, ദൈവിക വചനങ്ങളാണ് നാം ആ സങ്കീർത്തനത്തിൽ കാണുന്നത്. അതേ പ്രകാരം തന്നെ യെശയ്യാ പ്രവചനത്തിലൂടെ കടന്നു വരുമ്പോൾ മഴയും 55-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം കാണുന്നു, മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിക്കുകയും ചെയ്യും. ഞാൻ അതൊക്കെ ഒന്ന് ഇതിലേക്ക് ഈ സങ്കീർത്തന ഭാഗം എക്സോട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ വചനങ്ങളൊക്കെ പറയുന്നതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വചനങ്ങളും നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ മേൽ ഒരു ദൈവത്തിൻ്റെതായ ശക്തിയുണ്ട്, അദൈവികമായ പരിവർത്തനമുണ്ട്. നമ്മൾ ആ വചനം പറയുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടും. നമ്മുടേതായ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നമുക്ക് വിടുതലുണ്ടാകുമെന്നാണ് പറയുന്നത്. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വെറുതെ അങ്ങ് നിഷ്ഫലമായി പോകുന്ന ഒന്നല്ല. ദൈവത്തിൻ്റെ വചനം അതിൻ്റെതായ കാര്യങ്ങൾ, അതിൻ്റെതായ പ്രവർത്തികൾ ചെയ്യുന്നുവെന്ന് നാം ശക്തമായി മനസ്സിലാക്കണം. നമ്മൾ 2 തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ കണ്ടല്ലോ, ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ശ്വാസമാകയാൽ അത് നമ്മളെ നീതിയുടെ അഭ്യസനത്തിലേക്ക് നയിക്കുവാൻ പ്രാപ്തമാകുന്നുവെന്ന് നമ്മളവിടെ കാണുന്നു. യെശയ്യാ പ്രവചനത്തിൻ്റെ 48-ാം അധ്യായത്തിലൊക്കെ കടന്നു വരുമ്പോൾ ഇസ്രായേലിൻ്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നമ്മളെ അഭ്യസിപ്പിക്കും. ദൈവത്തിൻ്റെ വചനം നമ്മളെ ശുഭകരമായി പ്രവർത്തിപ്പാൻ അഭ്യസിപ്പിക്കുകയും നമ്മളെ പോകേണ്ടുന്ന വഴി നടത്തുകയും ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്രകാരം ദൈവത്തിൻ്റെ നീതിയിൽ നമുക്ക് അഭ്യസനം തരുന്നതിന് വേണ്ടി, നമ്മളെ ശുഭകരമായി അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടി ഒക്കെയും ദൈവത്തിൻ്റെതായ ശ്വാസീയമാകുന്ന വചനഭാഗങ്ങൾ ദാവീദിൽ കൂടി ദൈവം നമുക്ക് തരുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ വായായി ദൈവം സങ്കീർത്തനങ്ങൾ പാടുന്നതിന് വേണ്ടി ദൈവം ദാവീദിനെ ഉപയോഗിച്ചു എന്നുള്ളത് കാണാം. നമ്മൾ 27-ാം സങ്കീർത്തനം വായിക്കുമ്പോഴും നമ്മളത് മനസ്സിലാക്കേണ്ടത്, ഒരു നിഷ്പക്ഷമായി ദൈവം ഈ സങ്കീർത്തനത്തെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വായായി ദൈവം ഈ സങ്കീർത്തനത്തെ ദൈവജനത്തിന് വിടുതലും അനുഗ്രഹവുമായിട്ട് ദാവീദിനെ ദൈവം ഉപയോഗിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 27-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നു, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. ബഹുലമായ സാഹചര്യങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ നമുക്ക് ഉറപ്പ് തരുന്ന, നമ്മളെ ധൈര്യപ്പെടുത്തുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു വാക്യമാണ് നമ്മളവിടെ കണ്ടത്. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും. അതിൻ്റെ 2-ാം വാക്യം പറയുന്നു, എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും എന്ന് കാണുന്നു. അവിടെ
നമ്മൾ മനസ്സിലാക്കുക, അവിടെ ഒരിക്കലും പറയുന്നില്ല നമ്മുടെ വൈരികളും നമ്മൾക്കെതിരെ വരികയില്ലെന്നോ ശത്രുക്കൾ നമ്മൾക്കെതിരെ നീങ്ങുകയില്ലെന്നോ ഒന്നും അവിടെ പറയുന്നില്ല. എന്നാൽ അത് കടന്നു വരുന്നതായ സന്ദർഭത്തിൽ എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഈടറി വീഴുമെന്നാണ് പറയുന്നത്. അടുക്കുന്നതായ സാഹചര്യങ്ങളിൽ ഈ വൈരിയാൽ, ഈ ദുഷ്കർമ്മിയാൽ ഞാൻ പരാജയപ്പെട്ടു പോകുമല്ലോ, ഞാനിവിടെ അവസാനിക്കുമല്ലോ എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെതായ പ്രവൃത്തി തക്ക സമയത്ത് തൻ്റെ ജനത്തിനു വേണ്ടി അവിടെ വെളിപ്പെടുമെന്ന് അവിടെ കാണുന്നു. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനത്തിൽ നമുക്ക് 22-ാം സങ്കീർത്തനത്തിൻ്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഇങ്ങനെ വായിക്കുന്നു: സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. പലപ്പോഴും ദൈവത്തിൻ്റെ വിടുതലും ചിലപ്പോൾ മൊമെൻ്ററി ആയിട്ട് നമുക്ക് ആ സാഹചര്യത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന പല വിടുതലുകളും നമുക്ക് സാക്ഷ്യം പറയുവാൻ കാണുമെങ്കിലും പല ദൈവികമായ വിടുതലുകളും നമുക്ക് ലഭിക്കുന്നത് കാട്ടുപോത്തുകൾക്ക് കൊമ്പുകൾക്കിടയിൽ ഉത്തരമരുളുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് പല സാഹചര്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ പോലും ചിന്തിക്കാത്ത, നനയ്ക്കാത്ത മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെതായ വലിയ പ്രവൃത്തി, അവസാന സാഹചര്യങ്ങളിൽ നമുക്ക് ആശയറ്റ മണ്ഡലങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് ദൈവം നമുക്ക് വേണ്ടി എഴുന്നള്ളി വന്ന്, അതാണ് നമ്മളവിടെ കണ്ടത്. വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഈടറി വീഴും. അടുക്കുന്നതായ സാഹചര്യങ്ങളിൽ നമുക്കെതിരെ നമ്മളെ ഇല്ലാതാക്കുവാൻ നിൽക്കുന്നതായ ദുഷ്ടമണ്ഡലങ്ങളുടെ മധ്യേ നമ്മളെ ജയത്തോടെ, ജയഘോഷയാഗങ്ങളെ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കരയേറ്റി നമ്മളെ ധൈര്യത്തോടെ, ബലത്തോടെ നിർത്തുന്ന ഒരു ദൈവകൃപയുണ്ട് എന്ന് നാം ഈ പകൽക്കാലം മറന്നു പോകരുത്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 3-ാം വാക്യത്തിൽ കാണുന്നു: എൻ്റെ ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഈ യുദ്ധം നേരിടുന്ന സാഹചര്യങ്ങളിലും ദാവീദ് ഇപ്രകാരം ധൈര്യത്തോടെ പറയുവാൻ സാധിക്കുന്നു: എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. എങ്ങനെ നിർഭയമായിരിക്കാൻ കഴിയും? യുദ്ധമാണല്ലോ, പ്രതിസന്ധിയാണല്ലോ, സംഘർഷമാണല്ലോ. എങ്കിലും തനിക്ക് ദൈവത്തിലുള്ള ആശ്രയമുള്ളതുകൊണ്ട്, താൻ സേവിച്ച ദൈവം ആരെന്ന് അറിയുന്നത് കൊണ്ട്, അതുകൊണ്ടാണല്ലോ താൻ ഈ സങ്കീർത്തനം ഇങ്ങനെ ആരംഭിക്കുന്നത്: യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയത്. കാര്യം, താൻ സേവിക്കുന്ന ദൈവത്തെ ദാവീദിന് വ്യക്തമായി അറിയാമായിരുന്നു. അവിടെ ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും, പല സാഹചര്യങ്ങളിൽ ദാവീദിന് നേരെ ഒരു സൈന്യം പാളയം ഇറങ്ങിയതായ അവസ്ഥയുണ്ടായിരുന്നു. അതിനാദരം ഒരു ഭാഗത്തേക്ക് ഞാൻ കടന്നു നിങ്ങൾ എല്ലാവരുടെ മുന്നിൽ വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ 1 ശമൂവേലിൻ്റെ 30-ാം അധ്യായമാണ് അവിടെ കാണുന്നത്. 1 ശമൂവേൽ അതിൻ്റെ 30-ാം അധ്യായത്തിലോട്ട് കടന്നു വരുമ്പോൾ അതിൻ്റെ 30-3 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ദാവീദും അവൻ്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീ വച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രീപുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. അപ്പോൾ 4-ാമത്തെ വാക്യം: അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. 6-ാമത്തെ വാക്യം നമുക്ക് പിന്നെ വായിക്കാം. അതിനുശേഷം: ദാവീദ് വലിയ കഷ്ടത്തിലായി, ജനത്തിൽ ഓരോരുത്തൻ്റെ ഹൃദയം താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ആ 30-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യവും 27-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ ചേർത്ത് വായിച്ച് നമുക്ക് അവിടെ കാണുന്നത് ഇവിടെ വളരെയധികം ഒരു സത്യമായി കാണുന്നു. കാര്യം, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ദാവീദിൻ്റെതായ ജീവിതത്തിൽ തൻ്റെതായ ഭാര്യമാരെ പുത്രീപുത്രന്മാരെ അടിമകളായി കൊണ്ടുപോയിരിക്കുന്ന സാഹചര്യങ്ങളിൽ, ആ സിക്ലാഗ് പട്ടണം മൊത്തം തീക്കിരയായി തീർന്ന സാഹചര്യത്തിൽ, ദാവീദ് വലിയ കഷ്ടത്തിലായി എന്ന് നമ്മൾ വായിക്കുന്ന ആ സാഹചര്യത്തിൽ, കല്ലെറിയുവാനായിട്ട് കൂടിയിരിക്കുന്ന ഒരു ജനത്തിൻ്റെ മുമ്പാകെ ചുറ്റപ്പെട്ടായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദാവീദ് തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും, കല്ലെറിയുവാൻ നിൽക്കുന്നതായ ഒരു കൂട്ടം സമൂഹത്തിന് മുമ്പിൽ ഞാൻ ആയിരുന്നു കഴിഞ്ഞാലും, എന്നെ ധൈര്യത്തോടെ, എന്നെ ബലത്തോടെ എന്നെ നിർത്തുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഇങ്ങനെയുള്ള വിവിധ സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ
കടത്തിവിടുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ അതിൻ്റെ എല്ലാ മധ്യത്തിൽ നമ്മൾ മനസ്സിലാക്കുക, യഹോവയിൽ ധൈര്യപ്പെടുവാൻ നമുക്ക് വകയുണ്ട്. ദൈവം നമ്മളുടെ ഉള്ളത്തിൽ ധൈര്യം തന്ന് നമ്മളെ വഴി നടത്തും. എന്നിട്ട് 4-ാമത്തെ വാക്യത്തിലൊക്കെ തൻ്റെ ജീവിതത്തിൻ്റെ താൻ വിജയം നേടിയതായ കാര്യം ദാവീദ് പറയുന്നു. 4-ാമത്തെ വാക്യത്തിൽ 27-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ കണ്ടത്. ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ താൻ അത് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് താൻ പിന്നെയും ആഗ്രഹിക്കുന്നത്. തനിക്ക് അത് അനുഭവമില്ലാത്തൊരു കാര്യമല്ല, അനുഭവമുള്ള ഒരു കാര്യം താൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനായിട്ട് താൻ ആഗ്രഹിക്കുന്നു. താൻ ഈ വിജയം, ഒരു സൈന്യം തൻ്റെ നേരെയൊക്കെ പാളയമിറങ്ങുന്നതായ സന്ദർഭത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുന്നതും നിർഭയമായിരിക്കുവാൻ തന്നെ ബലപ്പെടുത്തുന്നതും ഉള്ള കാര്യമെന്ന് പറയുന്നത് അതിന് ആധാരമായിട്ട് താൻ പറയുന്ന കാര്യമാണ്, യഹോവയുടെ മനോഹരത്വം ഞാൻ കണ്ടിട്ടുണ്ട്, യഹോവയുടെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും യഹോവയുടെ മനോഹരത്വം കാണുമ്പോൾ, ദൈവമഹത്വം ഞാൻ ദർശിക്കുമ്പോൾ എനിക്ക് മുന്നിൽ നിൽക്കുന്നതായ സാഹചര്യങ്ങൾ ഒന്നുമില്ല, അതിൻ്റെ മധ്യത്തിലൊക്കെയും ഞാൻ ജയാളിയാണെന്ന് ദാവീദ് ഉറക്കെ സാക്ഷ്യം പറയുവാനായിട്ട് സാധിക്കും. ഒരു ആത്മീയമായ ഒരു തത്വം കൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ മുന്നോട്ടുള്ള ഈ സങ്കീർത്തന ഭാഗത്തിലേക്ക് കടന്നു പോകാനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, സമയക്കുറവുണ്ടല്ലോ. നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ ഈ കഷ്ടങ്ങൾ, പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉയരുന്നതായ ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ദൈവമേ ഞാൻ ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത്? വൈ ലോർഡ്, why I am in this situation, why you are taking me through all this situation and trying to go through all these situations എന്നുള്ളതായ സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ആത്മീയ തത്വം എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും നമുക്ക് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് പലപ്പോഴും അതിൻ്റെ ഒരു ആൻസർ പല സാഹചര്യങ്ങൾ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. എന്നാൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, എന്നാൽ അതിൻ്റെ എല്ലാം മധ്യത്തിൽ ദൈവം നമ്മളെ ചിലതൊക്കെയും അഭ്യസിപ്പാനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം വായിച്ചതിൽ വളരെയധികം എന്നെ ടച്ച് ചെയ്യാനിടയായി തീർന്നു. അത് ഇംഗ്ലീഷിൽ വായിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഒന്ന് പറഞ്ഞു നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വെൻ യു and I hurt deeply, what we really need is not an explanation from God. ദൈവത്തിൽ നിന്നും ഒരു എക്സ്പ്ലനേഷൻ അല്ല. എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് എന്തുകൊണ്ടെന്ന് ദൈവത്തിൽ നിന്നൊരു എക്സ്പ്ലനേഷൻ അല്ല, ബട്ട് എ റെവലേഷൻ ഓഫ് ഗോഡ്. ദൈവത്തിൽ നിന്നുമുള്ള ഒരു റെവലേഷനാണ് നമുക്ക് പലപ്പോഴും പല സാഹചര്യങ്ങളിൽ നമുക്ക് വേണ്ടത്. അപ്പോൾ വിപരീതമായ സാഹചര്യങ്ങൾ നമ്മളുടെ മുന്നിൽ കടന്നു വരുന്നതായ സാഹചര്യങ്ങളിൽ ഈ ദൈവത്തിൽ നിന്നും ഒരു എക്സ്പ്ലനേഷനിലുപരി നമ്മൾ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്, ദൈവമേ നീ എന്നെ ഈ സിറ്റുവേഷനിലൂടെ കടത്തിവിട്ടതിന് ഉപരിയായിട്ട് അതിൽ നിന്നുള്ള ഒരു റെവലേഷൻ എന്ന് പറഞ്ഞ ഒരു കാഴ്ചപ്പാട് എനിക്ക് തരണമേ എന്ന്. എന്നിട്ട് തുടർന്ന് ആ ഭക്തൻ ഇപ്രകാരം പറയുന്നു, വി നീഡ് ടു സീ ഹൗ ഗ്രേറ്റ് ഗോഡ് ഈസ്, വി നീഡ് ടു റിക്കവർ അവർ ലോസ് പെർസ്പെക്റ്റീവ്. നമുക്ക് നഷ്ടപ്പെട്ട കാഴ്ചപ്പാടിലേക്ക് നമുക്ക് മടങ്ങി വരുവാൻ വേണ്ടി ദൈവം നമുക്ക് തരുന്ന ഓരോ സാഹചര്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. തിങ്സ് ഗെറ്റ് ഔട്ട് ഓഫ് പ്രപ്പോർഷൻ. എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ നിൽക്കത്തില്ല. ചിലപ്പോൾ കാര്യങ്ങൾ നമ്മുടെ തകിടം മറിഞ്ഞു പോകുന്ന അവസരങ്ങളിൽ ഗെറ്റ് ഔട്ട് ഓഫ് പ്രപ്പോർഷൻ. വെൻ വി ആർ സഫറിങ്, ഇറ്റ് ടേക്സ് എ വിഷൻ ഓഫ് സംതിങ് ബിഗ്ഗർ ദാൻ അവർ സെൽഫ്സ് ടു ഗെറ്റ് ലൈഫ്സ് ഡയമെൻഷൻ ആൻഡ് ഗെറ്റ് അഡ്ജസ്റ്റഡ് അഗെയിൻ. പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ച പ്രതികൂലങ്ങളിൽ നമുക്ക് അതിലൂടെ കടന്നു പോയേ പറ്റത്തുള്ളൂ. നമുക്കൊരിക്കലും അവിടെ ജീവിതം അവിടെ അവസാനിപ്പിച്ച് അവിടെ കളഞ്ഞിട്ട് നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്ന് പറയുമ്പോൾ ആ സാഹചര്യമായിട്ട് ഇടപഴകി പിന്നെ അവിടെ നമുക്ക് അഡ്ജസ്റ്റ് ആവണം. അന്നേരം ദൈവത്തിൽ നിന്നും ചിലപ്പോൾ ആൻസർ അല്ലായിരിക്കും ചിലപ്പം കിട്ടേണ്ടത്, അതിനുപരിയായിട്ട് ചിലപ്പോൾ നമുക്കൊരു കാഴ്ചപ്പാട്, നമുക്കൊരു റെവലേഷൻ ആയിരിക്കും ദൈവം നമുക്ക് കേട്ടിത്തരുന്നത്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ദൈവത്തിന് നമ്മളെ ചിലതൊക്കെ പഠിപ്പിക്കുവാൻ വേണ്ടി ആ റെവലേഷനിലേക്ക് അല്ലെ ആ പേഴ്സ്പെക്റ്റീവിലേക്ക്, ആ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ചിലപ്പോൾ നമ്മുടേതായ ജീവിതത്തിൽ വർഷങ്ങൾ എടുത്തെന്ന് വരും. ആ വർഷങ്ങൾ എടുത്തിട്ട് ആ സാഹചര്യത്തിലൂടെ കടന്നുപോയി അതിനുശേഷം ദൈവം നമുക്ക് അതിൽ കൂടെ വെളിപ്പെടുത്തുവാൻ, നമ്മളെ പഠിപ്പിക്കുവാൻ ഉദ്ദേശിച്ച ചില ലെസൺസ് പഠിച്ചതിന് ശേഷം മാറി ചിന്തിക്കുമ്പോഴാണ് ദൈവമേ ഇതൊക്കെ പഠിപ്പിക്കുവാൻ വേണ്ടി ഈ റെവലേഷൻ,
ഈ പെർസ്പെക്റ്റീവിലേക്ക് എന്നെ നയിക്കുവാൻ വേണ്ടിയാണല്ലോ ഈ വർഷത്തിലുടനീളം ഈ സാഹചര്യങ്ങൾ എനിക്ക് അനുവദിച്ചതിൽ നിന്ന് നന്ദിയോടെ ദൈവസന്നിധിയിൽ ഓർക്കുവാൻ പലതും നമുക്കിടയാക്കും. നമ്മൾ ആ സാഹചര്യത്തിൽ നമ്മൾ കറക്റ്റായിട്ട് ഔട്ട് ഓഫ് പ്രപ്പോർഷൻ എന്ന് തോന്നിച്ച സാഹചര്യങ്ങൾ അവിടെ കംപ്ലീറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ആയിത്തീരും. അതിൽ കൂടെ എല്ലാം സാഹചര്യങ്ങളുടെ കടന്നുപോയി അതിൻ്റെ എല്ലാ മധ്യത്തിലും ദൈവത്തിന് മഹത്വം കൊടുക്കത്തക്ക രീതിയിൽ നമുക്ക് ഇടയായിത്തീരും. നമ്മളുടേതായ ജീവിതത്തിൽ സംഭവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നും അവിചാരിതമായിട്ടുള്ള കാര്യമല്ല. ദൈവം നമ്മൾക്ക് ചില പുതിയ റെവലേഷൻസ് തരുന്നതിന് വേണ്ടി ദൈവം നമ്മളെ കടത്തിവിടുന്ന ഈ പടികളാണെന്ന് നാം മനസ്സിലാക്കുക. ഒരിക്കലും എല്ലാത്തിനും നമ്മൾ ആൻസർ ലഭിച്ചല്ലോ നമ്മൾ നമ്മുടേതായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്തായിട്ട് അതിന് ശ്രേഷ്ഠമേറിയ ഒരു വെളിപ്പാട്, ഒരു ശ്രേഷ്ഠമേറിയ കാഴ്ചപ്പാട്, ഒരു ശ്രേഷ്ഠമേറിയ ഒരു ലൈഫ് ലെസൺ ദൈവം നമുക്കായി വെച്ചിരിക്കുന്നു. ഇന്ന് പോകുന്ന സാഹചര്യങ്ങളൊന്നുമല്ല ഒന്നിൻ്റെയും അവസാനം. അതിനപ്പുറത്ത് ദൈവം നമ്മളെ കടത്തിവിടുന്ന ശുഭകരമായി പ്രവർത്തിപ്പാൻ നമ്മളെ അഭ്യസിപ്പിക്കുകയും പോകേണ്ടുന്ന വഴിയിൽ നമ്മളെ നയിക്കുന്നതായ ഒരു ദൈവത്തിൻ്റെ കരം നമ്മുടെ നമ്മൾ പോകുന്ന എല്ലാ സാഹചര്യത്തിൻ്റെയും പിൻപിലുണ്ട്. അതിൻ്റെതായ മധ്യത്തിൽ പലപ്പോഴും ആ ദൈവശബ്ദം, ദൈവത്തിൻ്റെതായ ആ സാന്നിധ്യത്താൽ ദൈവം നമ്മളെ പരിചയ വഴി നടത്തും. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ എംപവർ ചെയ്യും. അതോടൊപ്പം തന്നെ ആ സിറ്റുവേഷൻ നമ്മളെ കടത്തിവിടുന്നതിലൂടെ ദൈവത്തിൻ്റെതായ മഹത്വം വെളിപ്പെടുന്നതിനോടൊപ്പം ദൈവത്തിൻ്റെ റെവലേഷൻ, ദൈവത്തിൻ്റെ ലെസൺസ് നമ്മുടെ പെർസ്പെക്റ്റീവ് പോലും മാറിപ്പോകുന്നൊരു അന്തരീക്ഷം. ഇപ്പം പൗലോസിൻ്റെതായ ജീവിതം നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. ഒരു സാധാ മനുഷ്യൻ അല്ലെങ്കിൽ എന്നെപ്പോലുള്ളൊരു സാധാ മനുഷ്യൻ ഇങ്ങനെയൊക്കെ കയറി പറയാൻ പറ്റുമോ? കാര്യം എനിക്ക് വർഷങ്ങൾ വേണ്ടി വരും കാര്യം ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്ന ലാഭവും എന്നൊക്കെ ഉള്ള ആ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ. കാര്യം ദൈവം എന്നെ പഠിപ്പിച്ച് ആ ഫയറി ഫർണസിലൂടെ കടത്തിവിട്ട് അല്ലെങ്കിൽ ആ ഒരു ലെവലിലോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ആ പൗലോസിൻ്റെ കാഴ്ചപ്പാടിൻ്റെയൊക്കെ ആ ആഴം നമുക്ക് മനസ്സിലാകാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഓരോ ഗോഡ് ബ്രീത്ത്, ദൈവത്തിൻ്റെ ശ്വാസീയമായ വചനത്തിന് നമ്മുടെ ഗുണീകരണത്തിനാകട്ടെ, ശാസനയ്ക്കാകട്ടെ, നീതിയുടെ അഭ്യസനത്തിനാകട്ടെ, ഒരു ഹോളി ലിവിങ്ങിലേക്ക് നമ്മളെ നയിക്കുവാൻ വേണ്ടി ഉതകുന്നതായ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഈ പകൽക്കാലം ജീവിപ്പിക്കാൻ ശക്തമാകുന്നു. നമ്മൾ ഒരിക്കലും നമ്മുടേതായ സാഹചര്യത്തിൽ നാം നിരാശപ്പെട്ടു പോകുവാനല്ല, അതിനപ്പുറത്ത് ദൈവത്തിൻ്റെതായ പദ്ധതികൾ നമ്മളെ പഠിപ്പിച്ച് ദൈവത്തിന് മഹത്വം വരുമാറ് നമ്മൾ അതിൽ കൂടെ ഒരു റെവലേഷനുമായിട്ട് നമ്മൾ പുറത്തു വരണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെ തനിക്ക് പരാജയം നേരിട്ടോ, എവിടെയൊക്കെ ശത്രുവിൻ്റെ നേരെ കടന്നു വന്നുവോ, അത് തൻ്റെ ഒരു സങ്കീർത്തനമായി മാറി, അതിൻ്റെ ഒരു വിടുതലിന് കാരണമായി തീർന്നു. അതുകൊണ്ടാണ് തനിക്ക് ആ പ്രതിസന്ധി നേരിട്ടായിരുന്നുവെങ്കിൽ 27-ാം സങ്കീർത്തനം നമുക്കൊരിക്കലും വായിക്കുവാൻ സാധിക്കുകയില്ല.